അമ്മച്ചി ഇതെന്താ ആലോചിച്ചിരിക്കുക? വരുന്നില്ലേ? എല്ലാവരും പോകാനൊരുങ്ങി. മകൻ സക്രിയ റൂമിലേക്ക് കയറി വന്ന് ചോദിച്ചു. ത്രേസ്യാമ്മ മൗനമായിരുന്നു. ഹോ അമ്മച്ചി, മൂത്ത മരുമകളെ കാത്തിരിക്കുവാണ്. അപ്പച്ചൻ മരിച്ച് ഇന്ന് 3 ഇതേവരെ വന്നിട്ടില്ല. ഇനി വരും എന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. സൂസൻ ചിരിയോടെ പറയുമ്പോൾ അമ്മച്ചിയുടെ മുഖം കടുത്തു. രൂക്ഷമായി അവരെ നോക്കി. അതേടി, കാത്തിരിക്കുക. അതിന് നിനക്കെന്നാ? മക്കളായാലും എന്നെ ഭരിക്കാൻ വരണ്ട, അനുവദിക്കുകയല്ല ഞാൻ. കെട്ടിയോൻ എന്നെ ഭരിച്ചിട്ടില്ല. അമ്മച്ചി ബെഡിൽ നിന്നും എഴുന്നേറ്റു. റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ഹോ, വയസ്സായാലും ഇളക്കത്തിനൊരു കുറവുമില്ല. സൂസൻ ചുണ്ട് കോട്ടി. എൻ്റെ ചേച്ചി ഒന്ന് സമാധാനിക്ക്. അമ്മച്ചിയെ നമുക്ക് അങ്ങ് കൊണ്ടുപോകാം. അപ്പച്ചനും പോയില്ലേ? ഇനി ഈ വീട്ടിൽ അമ്മച്ചിയെ നിർത്തണ്ട. എന്തിന്? എനിക്ക് പറ്റില്ല. നീ തന്നെ കൊണ്ടുപോയിക്കോ. ഹാ, പിന്നെ നിന്റെ ഭാര്യയില്ലേ, പാവം മേരിക്കുട്ടി. അവളെ അമ്മച്ചിക്ക് വലിയ ഇഷ്ടാ. എൻ്റെ കെട്ടിയോനെ ഇഷ്ടാ. പക്ഷെ എന്നെയും മക്കളെയും കണ്ണിന് പിടിക്കില്ല. ഹോ, മൂത്തതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിവരം ഒട്ടുമില്ല. സൂസന്റെ തോളിൽ തട്ടി പറഞ്ഞ് മുണ്ട് മടക്കി ഉടുത്ത് സക്രിയ പുറത്തേക്കിറങ്ങി. നിന്നേക്കാൾ 2 വയസ്സ് മൂത്തതാ ഞാൻ. അമ്മച്ചിയുടെ പേരിലുള്ള സ്വത്തില്ല ഈ കുറുക്കൻ്റെ കണ്ണെന്ന് എനിക്ക് നന്നായി അറിയാം. വാതിൽ പടിയിലെത്തിയ സക്രിയ ഒന്ന് നിന്നു. തിരിഞ്ഞ് ചേച്ചിയെ നോക്കി. ആ സ്വത്ത് മൊത്തം നീ എടുത്തോ. എൻ്റെ ലക്ഷ്യം അത് വേറെയാ. സക്രിയയുടെ കണ്ണുകൾ ചുരുങ്ങി. ലക്ഷ്യത്തിൽ എത്തി നിൽക്കുവല്ലേ? ഇനി എന്നാ തടസ്സം? അപ്പച്ചൻ്റെ ചടങ്ങ് കഴിഞ്ഞ് ഞാൻ അമ്മച്ചിയെ കൊണ്ടുപോകും. പിന്നെ അയാൾ കൊമ്പൻ മീശ പിരിച്ചു വെച്ചു. അത് അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഒന്ന് സ്നേഹത്തോടെ മെരുക്കാം എന്ന് വെച്ച് ചെന്നാലോ? ഒരടി മാറി നിൽക്കുക. ചേച്ചിയാണോ അതോ? അയാൾ ആക്കലോടെ ചോദിച്ചു. സൂസന്റെ ചുണ്ടിൽ കള്ളച്ചിരി. ആള് ഇത്തിരിയേ ഉള്ളൂ. ഒന്ന് നോക്കിയും കണ്ടും വേണം ഓരോന്ന് ചെയ്യാൻ. ഇല്ലേൽ പറയണ്ടല്ലോ. ഇറങ്ങാം അമ്മച്ചി, പ്രാർത്ഥനയ്ക്ക് സമയമായി. നേരത്തെ പള്ളിയിൽ എത്തണ്ടേ? പിറുപിറുത്തുകൊണ്ട് വരുന്ന അമ്മച്ചിയെ നോക്കി മേരിക്കുട്ടി ചോദിച്ചു. അവര് വരത്തില്ലൊടി കൊച്ചേ? വരും വരും, ഉറപ്പോടെ പറഞ്ഞു. പുറത്ത് ഒരു കാറ് വലിയ ഇരമ്പലോടെ നിന്നു. ആരാന്ന് നോക്കിയേ മേരി? ആ അമ്മച്ചി. അവർ പുറത്തേക്ക് നടന്നു. അമ്മച്ചി, ഉച്ചത്തിലുള്ള വിളി. ത്രേസ്യാമ്മയുടെ ഹൃദയം തുടിച്ചു. അവരായിരിക്കോ കർത്താവേ? കഴുത്തിൽ കിടന്ന കുരിശുമാലയിൽ അമർത്തി പിടിച്ചു. ആയിരിക്കും. പെട്ടെന്ന് പുറത്തേക്ക് നടന്നു. അമ്മച്ചി, നീരജ. അവരുടെ മുഖം ദേഷ്യത്തോടെ കടുത്തു. പ്രായം വകവയ്ക്കാതെ പടിക്കെട്ടുകൾ ഓടിയിറങ്ങി. ഓ, ഇപ്പോഴേലും വരാൻ തോന്നിയല്ലോ. സന്തോഷം. ഇന്ന് 3 ഹാ, നിന്റെ അപ്പനല്ലല്ലോ. താമസിച്ച് വന്നാലും മതി. ത്രേസ്യാമ്മയുടെ കടുത്ത സ്വരം. നീരജ മൗനമായി നിന്നു. എൻ്റെ അമ്മച്ചി മുംബൈയിൽ അറിയപ്പെടുന്ന ഡോക്ടറല്ലേ? സ്വന്തമായി ഹോസ്പിറ്റൽ. തിരക്ക് കാണും. സക്രിയ ഒരാക്കലോടെ പറയുമ്പോൾ മേരി അയാളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ഇച്ചായ, പാവം ചേട്ടത്തി ആദ്യമായി വരുവല്ലേ? എല്ലാവരും കൂടി അവരെ വിഷമിപ്പിക്കല്ലേ? പതഞ്ഞ സ്വരം. അയാൾ രൂക്ഷമായി ഭാര്യയെ നോക്കി. അവർ തല താഴ്ത്തി കൈകൾ അകത്തി മാറ്റി. ഹാ, വന്നോ? ഇനിയിപ്പോ വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് വരുന്നേ. ഡോക്ടറുടെ തിരക്കൊക്കെ ഒതുങ്ങി വരുന്നതുവരെ കാത്തിരിക്കാൻ പറ്റിയില്ല കേട്ടോ. സൂസന്റെ സ്വരം ഉയർന്നു. എൻ്റെ പപ്പയും മരിച്ചു. നിങ്ങളിൽ ആരെയും ഞാൻ അവിടെ കണ്ടില്ല. അറിഞ്ഞില്ലായിരുന്നോ? അതോ തിരക്കൊതുങ്ങി വരാൻ സമയം കിട്ടിയില്ലേ? ഘനഗാംഭീര്യത്തോടെയുള്ള ചോദ്യം ഉയർന്നു. കോ ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ തുറന്ന് ഒരുവന്റെ വലതുകാൽ പാലമറ്റത്ത് തറവാടിന്റെ മണ്ണിൽ ശക്തിയിൽ അമർന്നു. അമ്മച്ചിയുടെ കണ്ണിൽ വല്ലാത്ത തിളക്കം. എൻ്റെ സാമുവൽ. ചുണ്ടുകൾ മൊഴിഞ്ഞു. അവൻ്റെ കണ്ണുകൾ പടിക്കെട്ടിന് മേലെ നിൽക്കുന്ന 2 പേരിൽ മാത്രം കൊരുത്തു. ഉത്തരം പറയണം. ആദ്യം എൻ്റെ പപ്പയാ പോയത്. ഡെന്നി. പെട്ടെന്ന് നീരജ വിളിച്ചു. അവൻ്റെ കണ്ണിൽ കത്തി അമരുന്ന അഗ്നി. മോനെ. ത്രേസ്യാമ്മയുടെ ചുളിവ് വീണ കൈകൾ അവനിൽ മുറുകി. ഡെന്നി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു പിടിച്ചു. വല്യമ്മച്ചി വിഷമവും സങ്കടവും സഹിക്കാൻ വയ്യാതെ പറഞ്ഞതാ. ഒന്ന് കാണാൻ, ഇതുപോലെ അടുത്ത് നിൽക്കാൻ കൊതിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. അവൻ കണ്ണുകൾ തുറന്നു. ഞാൻ വല്യമ്മച്ചിയെ ഒന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ അമ്മയെ വഴക്ക് പറയാനും ശാസിക്കാനും വല്യമ്മച്ചിക്ക് അധികാരമുണ്ട്. പക്ഷേ ആ അധികാരം ഈ വീട്ടിൽ മറ്റാർക്കുമില്ല. മയത്തിലായിരുന്നു അവൻ്റെ വാക്കുകൾ.
അവസാന നിമിഷം കടുത്തു. നോട്ടം രണ്ടുപേരിൽ തറച്ചു നിന്നു. മമ്മ, ആരാ ഇവൻ? സൂസന്റെ ചെവിക്കരികിൽ ചുണ്ട് ചേർത്ത് മകൾ നാൻസി ചോദിച്ചു. അത് എൻ്റെ ഇച്ചായൻ്റെ മകൻ. അവൾ ഒന്ന് മൂളി. ആരാടി നാൻസി ഇത്? പുതിയ അവതാരമാണോ? ഈ സാധനത്തെക്കുറിച്ച് നീ പറഞ്ഞിട്ടില്ലല്ലോ. കൂട്ടുകാരി ജാസ്മിൻ്റെ ചോദ്യമെത്തി. എനിക്കറിയില്ല പെണ്ണെ, ഞാനും ആദ്യമായാ കാണുന്നേ. ജാസ്മിൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. കണ്ണുകൾ അവനിലൂടെ ഒന്ന് ഒഴുകി നടന്നു. ലാവൻഡർ കളർ ഷർട്ടും വൈറ്റ് ജീനുമാണ് വേഷം. വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ഷൂ. അവളുടെ കണ്ണുകൾ മേലേക്ക് ചലിച്ചു. ഷർട്ടിൻ്റെ സ്ലീവ് മുട്ടറ്റം വരെ വൃത്തിക്ക് മടക്കി വെച്ചിട്ടുണ്ട്. ഒരു കൈയിൽ ബ്ലാക്ക് ലെതർ വാച്ച്, മറുകൈയിൽ കട്ടിയുള്ള ഇടിവള. കൈക്ക് മേലെയുള്ള ടാറ്റുവിൽ സൂക്ഷിച്ചു നോക്കി ഡെന്നീസ്. ചുണ്ടുകൾ വശ്യമായി പുലമ്പി. മോൻ വാ, അമ്മച്ചി അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. മുന്നിലേക്ക് നടന്നു. നിന്നെ ഇനി പ്രത്യേകം വിളിക്കണോ? ജാതിയും മതവും നോക്കിയിരുന്ന ആള് പോയി. നിന്നെ ഞാൻ മരുമകളായി അന്നേ സ്വീകരിച്ചതാ. കയറി വാ കൊച്ചേ. കടുപ്പമില്ലാത്ത സ്വരം. നീരജ ചിരിച്ചു. സുന്ദരൻ. ആള് പൊളിയല്ലേ? ഞാൻ ഒന്ന് നോക്കട്ടെ നാൻസി? അവൾ രഹസ്യം പോലെ ചോദിച്ചു. ഓ, എനിക്ക് വിരോധമൊന്നുമില്ല, നീ ശ്രമിച്ചു നോക്ക്. ജാസ്മിൻ്റെ ചുണ്ടുകൾ വിടർന്നു. വാ ചേച്ചി, ഇത്തിരി മയത്തിൽ നിൽക്കാം. ഓ, എനിക്ക് മയം കുറവാ, എന്നാലും നോക്കാം. സക്രിയ മുന്നേ നടന്നു. വീർത്ത് കെട്ടിയ മുഖവുമായി സൂസനും. മറിയാമോ, എൻ്റെ സാമുവൽ വന്നു. നീ കൊച്ചിന് കുടിക്കാൻ തണുത്ത വെള്ളം കൊണ്ടുവാ. കിച്ചണിലേക്ക് നോക്കി ഉറക്കെ പറഞ്ഞു. അവൻ ചെവിയിൽ വിരലിട്ട് കറക്കി. നീരജ മകന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. മാംഗോ ജ്യൂസാ, നിഷമോള് റെഡിയാക്കി വെച്ച് പോയതാ, ഇഷ്ടാണോ? ജ്യൂസ് മുന്നിലേക്ക് നീട്ടി അവർ ഉറക്കെ പറഞ്ഞു. അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. ഇത് മറിയാമ്മ അടുക്കള കാര്യങ്ങൾ നോക്കും. സാമുവൽ ജനിക്കുന്ന സമയത്ത് ഇവിടെ കൂടിയതാ. ഇത്തിരി കേൾവിക്കുറവുണ്ട് മക്കളെ. നമുക്കും ഉച്ചത്തിൽ പറഞ്ഞാലേ കേൾക്കാൻ പറ്റുന്ന അവളുടെ വിചാരം. വല്യമ്മച്ചി പറയുമ്പോൾ അവൻ്റെ ചുളിഞ്ഞ മുഖം അയഞ്ഞു. മറിയാമ്മയെ നോക്കി. ആരെയാ ഇഷ്ടപ്പെടേണ്ടത്? ജ്യൂസാണോ അതോ നിഷമോളയോ? അവൻ്റെ ചിരി നിറയാത്ത ചുണ്ടുകൾ, പക്ഷേ കടുപ്പം ഏതുമില്ലാത്ത സ്വരം. ഒന്ന് പോകൊച്ചേ, എന്നെ കളിയാക്കുവാണല്ലേ? നമ്മുടെ സാമുവൽ മോനെ പോലെ തന്നെ. അവൻ്റെ തോളിൽ വാത്സല്യത്തോടെ തട്ടിക്കൊണ്ട് മറിയാമ്മ ഉറക്കെ പറഞ്ഞു. അവൾ ചെവി രണ്ടും പൊത്തി പിടിച്ചു. ഹോ, ഈ കണ്ണ് കാണാനും ചെവി കേൾക്കാനും പാടില്ലാത്തതിനൊക്കെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണം. എന്തിനാ ആവശ്യമില്ലാതെ ഓരോന്നിനെ തീറ്റി പോറ്റുന്നത്? മനുഷ്യന്റെ ചെവി. സൂസന്റെ അരികിൽ നിന്ന നാൻസിയുടെ ദേഷ്യത്തോടെയുള്ള സ്വരം. അത് ശരിയാ നാൻസി, ഇവിടെ വന്നപ്പോഴേ ഞാൻ പറയണം എന്ന് വെച്ചതാ. അല്ലേലും അവരുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനേ തോന്നില്ല. മനം പുരട്ടുവാ. അവൻ തല ചരിച്ച് അങ്ങോട്ടേക്ക് നോക്കി. മുട്ടൊപ്പം ഇറക്കം വരുന്ന വൈറ്റിൽ പിങ്ക് ഫ്ലവർ വർക്കുള്ള ഫ്രോക്കാണ് ഒന്നിൻ്റെ വേഷം. ബ്ലൂ ജീനും ക്രോപ്പ് ടോപ്പുമാണ് മറ്റൊന്നിന്. നാൻസി ഡെന്നിയെ നോക്കി വെളുക്കനെ ഒന്ന് ചിരിച്ചു. അവൻ്റെ മുഖത്ത് ഗൗരവം തന്നെയാണ്. ദേ കൊച്ചേ, നാൻസി മോളുടെ കൂട്ടുകാരി ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതിഥിയായി പോയി. ഇല്ലേൽ ത്രേസ്യമ്മ ആരാന്നും എൻ്റെ കൈയുടെ ചൂടും നീ അറിഞ്ഞേനെ. വല്യമ്മച്ചി ജാസ്മിയെ നോക്കി ദേഷ്യത്തിൽ പറയുമ്പോൾ അവൾ നാൻസിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. സാമുവലിന് ഇവരെയൊന്നും അറിയില്ലല്ലോ. വല്യമ്മച്ചി പറഞ്ഞു തരാം. ഡെന്നീസ് സാമുവൽ. അവൻ്റെ കടുത്ത സ്വരം. ത്രേസ്യാമ്മ ചിരിച്ചു. ഇത് പാലയ്ക്കൽ. ഔസേപ്പച്ചനും ത്രേസ്യാമ്മയ്ക്കും 3 മക്കൾ. മൂത്തയാൾ സാമുവൽ, രണ്ടാമത് സിസിലി, ഭർത്താവ് ഐസക്, മകൻ എഡ്വിൻ, മകൾ നാൻസി, മൂന്നാമത്തെയാൾ സക്രിയ, ഭാര്യ മേരിക്കുട്ടി, മകൻ ഇമ്മാനുവൽ. വല്യമ്മച്ചി എല്ലാവരെയും പരിചയപ്പെടുത്തി. എഡ്വിനും ഐസക്കും ഇമ്മാനുവലും പള്ളിയിൽ നേരത്തെ പോയി. അവരെ അവിടെ വെച്ച് കാണാം. ദേ അത് നാൻസിയുടെ കൂട്ടുകാരിയാ. കോളേജ് വെക്കേഷൻ അല്ലേ, അങ്ങനെ വന്നതാ. ഡെന്നി തലകുലുക്കി. ജ്യൂസ് മൊത്തം കുടിച്ച് ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു. നല്ല ജ്യൂസ് അല്ലേ അമ്മ? സൂപ്പർ. അത് ഇവിടുത്തെ മാങ്ങയാ. നിഷമോൾക്ക് മാങ്ങ കണ്ടാൽ അപ്പം ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കണം, മറിയാമ്മ ഉറക്കെ പറഞ്ഞു. നാൻസി പല്ല് കടിച്ചു. ഡെന്നി അവളെ രൂക്ഷമായി നോക്കി. മറിയാമ്മോ, കൊച്ചെന്തിയെ? കിച്ചണിലാണോ? ഒന്ന് വിളിച്ചേ. എല്ലാവരെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് വല്യമ്മച്ചി ധൃതിയിൽ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. അത് മോള് നേരത്തെ പോയി.
വല്ലായ്മയോടെ പറഞ്ഞ് മറിയാമ്മ സിസിലിക്ക് നേരെ തിരിഞ്ഞു. അവൾ കണ്ണുരുട്ടി. ഹാ, മനസ്സിലാകുന്നുണ്ട്. എൻ്റെ കണ്ണിനും ചെവിക്കും ഇതേവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ത്രേസ്യാമ്മ മകളെയും മകനെയും മാറി മാറി നോക്കി അരികിലേക്ക് നടന്നു. എൻ്റെ സാമുവൽ മരിച്ചതറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പോകാൻ. അപ്പച്ചൻ വഴക്ക് പറയും എന്ന് പറഞ്ഞ് നീയൊക്കെ രണ്ടും ഒഴിഞ്ഞു മാറി. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത അതിയാനും ആഗ്രഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു നിന്നെയൊക്കെ. പക്ഷേ അവർ പറഞ്ഞു നിർത്തി. ബാ മക്കളെ, പള്ളിയിലേക്ക് പോകാം. തിരികെ വന്ന് എന്തെങ്കിലും കഴിക്കാം. ഡെന്നിയും നീരജയും സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. വാ മച്ചി, കയറ്. കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്നുകൊണ്ട് സക്രിയ നിന്നു. മേരിയും നാൻസിയും ജാസ്മിനും ബാക്ക് സീറ്റിലിരുന്നു. വല്യമ്മച്ചി രണ്ടു മക്കളെ നോക്കി ചിരിച്ചു. എൻ്റെ കൊച്ചിനെ കയറ്റാത്ത വണ്ടിയിൽ ഈ ജന്മം ഞാൻ കയറില്ല. അതിയാനുണ്ടായിരുന്നേൽ ഒരിക്കലും ഇത്രയും ദൂരം നടത്തിക്കില്ലായിരുന്നു. ആ മനുഷ്യൻ്റെ ജീവനാത്, അറിയും നീയൊക്കെ. വല്യമ്മച്ചി ഗൗരവത്തിൽ തിരിഞ്ഞു നടന്നു. എടാ കൊച്ചനെ, ഞാനും കൂടി വരട്ടെ. അതിനെന്താ, അമ്മച്ചി കയറ്. നീരജ ബാക്ക് സീറ്റിലിരുന്നു. കാറ് ഇരമ്പലോടെ പൊടി പറത്തി ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. ഛേ, ഇന്ന് കയറി വന്ന ആ ചെക്കന് മുന്നിൽ നാണം കേട്ടു. സക്രിയ കാറിൻ്റെ ബോണറ്റിൽ കൈ ചുരുട്ടിയിടിച്ചു. മേരിക്കുട്ടി ചിരി കടിച്ചമർത്തി. രണ്ടും കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മയ്ക്ക് ഇനിയും എത്രയോ നാണം കെടാനിരിക്കുന്നു. എന്നാലും ഞാൻ അവളെ വഴക്കു പറഞ്ഞത് ഈ അമ്മച്ചി എങ്ങനെ അറിഞ്ഞു? കാറ് മുന്നിലേക്ക് പോകുമ്പോൾ സൂസൻ സംശയത്തിൽ ചോദിച്ചു. നീയാണോടി? സക്രിയ ഭാര്യയ്ക്ക് നേരെ തിരിഞ്ഞു. ആ, അത് നോക്കി നിന്നാൽ പിന്നെ മറ്റൊന്നിനും സമയം കാണില്ല. ആ കൊച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് വരാൻ വഴക്കല്ല പറയേണ്ടത്, സ്നേഹം. ആ സാധനം കൊടുക്കണം. മേരിക്കുട്ടി ദേഷ്യത്തിൽ പറഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു. അല്ലേലും ഈ ആൻറ്റിക്ക് എന്നേക്കാൾ അവളെയാ ഇഷ്ടം. വല്യമ്മച്ചിയും വല്യപ്പച്ചനും കൊച്ചുമക്കളേക്കാൾ അവളോടാ പ്രിയം. നാൻസി ദേഷ്യത്തോടെ പറയുമ്പോൾ മേരിയിൽ ഒരു പുച്ഛച്ചിരി നിറഞ്ഞു. ഇതെവിടേക്കാ ഓടുന്നത്? വായുഗുളിക വാങ്ങാനാണോ? കവലയിൽ ഇരുമുറി കടയുടെ അരഭിത്തിയിലിരുന്ന ഒരാളുടെ ചോദ്യം അവൾക്ക് ഇതപ്പോടെ നിന്നു. പള്ളിയിലേക്കാ, താമസിച്ചു. അതും പോരാഞ്ഞ് മഴക്കാറുണ്ട്. ചെറുതായി മഴ പെയ്തു തുടങ്ങി. കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന കുട നിവർത്തി തിരിഞ്ഞ് അവരെ നോക്കി ചിരിച്ചു. എല്ലാവർക്കും കാറുണ്ടല്ലോ, അതിൽ കയറിയിരിക്കുന്നത് വിട്ടിട്ട് എന്തിനാ കൊച്ചേ ഈ ഓട്ടപ്രദക്ഷിണം? നേർച്ചയാ. കുറുമ്പോടെ അവൾ ചിരിക്കുമ്പോൾ കവിൾത്തടത്തിലെ ഗർത്തത്തിൻ്റെ ആഴം കൂടി. ഹാ, സൂക്ഷിച്ചു പോകണേ മോളെ. ശരിയമ്മാവാ. അവൾ ധൃതിയിൽ നടന്നു. നല്ല കൊച്ചാ. ഔസേപ്പ് സാറിൻ്റെ പറമ്പിൽ റബ്ബർ വെട്ടാൻ പോയ കാലം മുതൽ ഇതിനെ കാണുന്നതാ. ഒരു കുഞ്ഞു മോളായിരുന്നു, ഇന്നത് ഒരു മാലാഖ കൊച്ചായി. ശരിയാ. ഒരു പ്രാവശ്യം മിണ്ടിയാൽ പിന്നെ എന്ന് നോക്കി ചിരിക്കും. ആ ചിരിയാ അതിൻ്റെ അഴക്. മറ്റൊരാളും പറഞ്ഞു. എൻ്റെ കർത്താവേ, എന്നെ ഒന്ന് എടുത്തോണ്ട് പോകരുതോ? പാവം ഞാൻ. കാലൊക്കെ ഒടിഞ്ഞു. ഓട്ടത്തിൻ്റെ വേഗത കൂടി. പള്ളിയുടെ പടിക്കെട്ടിന് താഴെ വണ്ടി നിർത്തി. 3 പേരും ഇറങ്ങി. വല്യമ്മച്ചി കുട നിവർത്തി പിടിച്ചു. നല്ല മഴ. അതിയാന് മഴ വലിയ ഇഷ്ടാ. അതുകൊണ്ടാ ഇന്ന് മഴ പെയ്യുന്നത്. വേദനയോടെ വല്യമ്മച്ചി നീരജയെ നോക്കി. നീ പള്ളിയിൽ കയറത്തില്ലോടി? ഹാ, കയറും അമ്മച്ചി. ഇച്ചായൻ്റെ ഒപ്പം പോയിട്ടുണ്ട്. എന്നാവാ. 2 പേരും മുന്നിലേക്ക് നടന്നു. ആദ്യ പടിയിൽ ചവിട്ടിക്കൊണ്ട് വല്യമ്മച്ചി തിരിഞ്ഞു. എന്താ കൊച്ചനെ, നീ വരുന്നില്ലേ? ഓ, എനിക്ക് ഈ നല്ല ശീലങ്ങൾ ഇഷ്ടമല്ല. കർത്താവ് മനസ്സിൽ എൻ്റെ ഹൃദയത്തിലുണ്ട്. എനിക്ക് പറയാനുള്ളത് ഞാൻ അവിടെ പറഞ്ഞോളാം. ഇവനെന്താ പെണ്ണെ ഈ പറയുന്നത്? ഇങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത്? വല്യമ്മച്ചിയുടെ കടുപ്പത്തിലുള്ള ചോദ്യം. അമ്മച്ചി, ഇച്ചായന് അസുഖമായിരുന്നു, ക്യാൻസർ. ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചതാ. ഒന്നും കർത്താവ് കേട്ടില്ല. ആ മനുഷ്യൻ വേദനയിൽ പുളയുന്നത് കണ്ടു നിന്നവൻ്റെ സ്വഭാവം പിന്നെ ഇങ്ങനെയായി. പക്ഷേ ദൈവവിശ്വാസിയാ. പള്ളിയിലേക്ക് വരില്ല എന്ന് മാത്രം. അത് പറ്റില്ല ചെക്ക. വല്യപ്പച്ചൻ്റെ പ്രാർത്ഥനയുള്ളതാ. നീയും വന്നേ പറ്റൂ. ദേ വന്നില്ലേ, ഈ ത്രേസ്യം ആരാന്ന് നീ അറിയും. കടുപ്പിച്ചു പറഞ്ഞ് അവർ പടിക്കെട്ടുകൾ കയറുമ്പോൾ നീരജ തിരിഞ്ഞ് മകനെ നോക്കി. അവൻ കണ്ണ് ചിമ്മി അടച്ചു. എൻ്റെ കർത്താവേ, മൊത്തം നനഞ്ഞു. കുട ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? തല മാത്രം നനയില്ല. പിറുപിറുത്തുകൊണ്ട് വേഗത്തിൽ മുന്നിലേക്ക് നടന്നു. ഇനി ചെന്നില്ലേൽ വല്യമ്മച്ചി പ്രശ്നം ഉണ്ടാക്കോ?
പ്രായം പോലും നോക്കാതെ വീട്ടിലെ പടിക്കെട്ട് ചാടി ഇറങ്ങിയ സാധനാണ്. അവൻ്റെ കണ്ണുകൾ ഉയരത്തിൽ കെട്ടിയ പടികളിൽ ഉടക്കി. പോയേക്കാം. ഇനി ഇത് ചാടിക്കടന്ന് താഴേക്ക് വരുത്തണ്ട. ഗൗരവത്തിൽ മീശ പിരിച്ചു വെച്ച് പുറത്തേക്കിറങ്ങി. എൻ്റെ കർത്താവേ, ഇതെന്നാ മഴയാ! ചുണ്ടുകൾ പുലമ്പുമ്പോൾ ഹൃദയമൊന്ന് തണുത്ത് വിറച്ചു. ഹേയ്, ഒന്ന് നിൽക്കു കൊച്ചേ. അവൾ നിന്നു. അവൻ കുടയ്ക്കുള്ളിലേക്ക് കയറി. മഴ നനഞ്ഞാൽ ശരിയാവില്ല. അതാ ഞാൻ കൂടി വരുന്നതിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ കയ്യിൽ നിന്നും കുട വാങ്ങി മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവനെ ഒന്ന് നോക്കാതെ തല കുലുക്കി. സ്റ്റെപ്പുകൾ ഒന്നൊന്നായി ഒരുമിച്ച് കയറിയ നിമിഷം വീശി അടിച്ച കാറ്റിൽ ഒന്നുകൂടി അവനിലേക്ക് ചേർന്നു. റോസ് ബൊക്കെ, വാവ്, സൂപ്പർ. ഇതാർക്കാ? സെമിത്തേരിയിൽ വല്യപ്പച്ചൻ്റെ, വിക്കലോടെ പറഞ്ഞു. സ്വീറ്റ് വോയിസ്. കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഡെന്നി ചോദിച്ചു. കർത്താവേ, ക്ലാസ്സിലോ? പോടോ, ഞാൻ വലിയ പെണ്ണാ. ശബ്ദം പുറത്തേക്ക് വന്നില്ല. പള്ളിയുടെ വരാന്തയിലേക്ക് കയറുമ്പോൾ അവൾ മുന്നേ നടന്നു. ദേ മോളെ, കുട വേണ്ടേ? പെട്ടെന്ന് അവൾ നിന്നു. മോളോ? എവിടുത്തെ മോള്? എനിക്കിത്തിരി വണ്ണവും പൊക്കവും കുറഞ്ഞു പോയത് എൻ്റെ കുറ്റമാണോ കർത്താവേ? അവൾ തിരിഞ്ഞു നിന്നു. ഡെന്നിയുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. കവിൾത്തടം വീർപ്പിച്ച് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി. അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണിൽ മാത്രം ഒരു നിമിഷം കൊരുത്തുപോയി. താളം തെറ്റിപ്പോകുന്ന ഹൃദയത്തിൻ്റെ പിടപ്പ്.